ഹലോ, നമ്മുടെ ഈ ചാനലിലെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ബംഗാൾ സഫാരിയിലേക്ക്. വെസ്റ്റ് ബംഗാളിൽ വന്നാൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ബംഗാൾ സഫാരി. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ബംഗാൾ സഫാരിയിൽ ഇത്ര പ്രത്യേകതയെന്ന്? നമ്മുടെ നാട്ടിൽ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്, നമ്മൾ അടച്ചിട്ടിരിക്കുന്ന മൃഗങ്ങളെ മാത്രം പോയി കാണുന്നവരാണ്. പക്ഷെ അങ്ങനെയല്ല ബംഗാൾ. ഇവിടെ ഓപ്പൺ ഫോറസ്റ്റിനകത്ത് നാച്ചുറലായിട്ട് നടക്കുന്ന മൃഗങ്ങളാണ്. യാദൃശ്ചികമായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് വിടാം. അങ്ങനെ മാത്രമേ നമ്മൾ കണ്ടുപിട്ടുന്നതാണ് ഇതൊക്കെ. യാദൃശ്ചികമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഈ ബംഗാൾ സഫാരിയുടെ പ്രത്യേകത. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ലേ ഇതൊരു കരടിയാണെന്ന്. അവിടെ എന്തോ കിടക്കുന്നുണ്ട്. വണ്ടി കുറച്ചു നേരം നിർത്തിയിരിക്കുന്ന കണ്ടപ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു കരടിയാണെന്ന്. കുറച്ചു നേരം അവിടെ നിർത്തിയിരുന്നു. ഞങ്ങൾ അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കാണുമായിരുന്നു. ഉറങ്ങിക്കിടക്കായിരുന്നു. ഞങ്ങളെ ശബ്ദവും കേട്ടിട്ട് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇത്ര അടുത്തായിട്ട് കരടി കാണുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി തിരിച്ചു അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. അപ്പോഴാണ് കരടിക്കുട്ടി എണീറ്റ് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കൂടെ നിന്നു. ഇതൊക്കെ അങ്ങനെ എപ്പോഴും കാണാൻ കിട്ടുന്നതല്ലല്ലോ. കുറേ നേരം അവിടെ നിന്നു. കരടിക്കുട്ടൻ്റെ ആക്ഷനൊക്കെ കണ്ട് പിള്ളേരും എടുത്തോണ്ടായിരിക്കും അവിടെ നിന്ന് പിന്നെ യാത്ര തിരിച്ചു. അധികം മുന്നോട്ട് പോകേണ്ടൊന്നുമില്ല. കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴേക്കും ഡ്രൈവർ ചേട്ടൻ അങ്ങോട്ട് എന്തോ കാണിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞ് ഞാൻ വണ്ടി നിർത്താം. വണ്ടി നിർത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ നോക്കി. അപ്പോഴാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മുടെ ചീത്ത ഇത്ര അടുത്ത് കാണുന്നത് ആദ്യം. ഓപ്പണായിട്ട് അഴിച്ചു വിട്ടിക്കുന്ന ഒരു ചീത്ത. ഗ്ലാസ് തുറന്ന് അകത്ത് ചാടി കയറി വരാം. എന്തോ തേടയാണെന്ന് തോന്നുന്നു കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. കുറച്ചു നേരം വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നിപ്പ് പിടിച്ചു. പിന്നെ നമ്മുടെ സൗണ്ടൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് നടന്നു മാറി. എന്നിട്ട് നമ്മുടെ സൈഡ് ഗ്ലാസിൻ്റെ അവിടെ വന്ന് കുറച്ചു നേരം നിന്ന് കേട്ടോ. എല്ലാവരും നന്നായിട്ട് കണ്ടു. ആമി നന്നായിട്ട് കണ്ടു. ആമി ആദ്യമായിട്ട് ചീത്തയെ കാണുന്നത് തന്നെ. ആമി സൂര്യ എല്ലാവരും കൂടെ ഇത്ര അടുത്തായിട്ട് ചീത്തയെ കണ്ടു. ചീത്ത ഇത്ര അടുത്ത് തന്നെ കണ്ടതിൻ്റെ സന്തോഷം അവരുടെ മുഖത്ത് തന്നെ ഉണ്ട്. കുറച്ചു നേരം കൂടെ ചീത്തയെ അവിടെ കാണാൻ കിട്ടിയപ്പോൾ പിന്നെ എല്ലാവർക്കും സംശയങ്ങളായി. ഈ ചീത്ത പെണ്ണാണോ ആണാണോ? ഈ ചീത്തയ്ക്ക് എത്ര വയസ്സ് കാണും? ഈ ചീത്ത എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണത്? ഇതൊക്കെയായി ഡൗട്ടുകൾ. കുറച്ചു നേരം നിന്നപ്പോഴേക്കും ബോറടിച്ച് ചീത്ത തന്നെ അങ്ങ് പോയി. ആമി ഇങ്ങോട്ട് നോക്ക്. ആമി എന്ത് watching.